ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ പഠനത്തെ എങ്ങനെ എഫക്റ്റീവായിട്ട് മാറ്റാം എന്നതിനുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ നമ്മൾ ഈ ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഠനം നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ടിപ്പ് എന്ന് പറയുന്നത് 5ാമത്തെ ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ 5ാമത്തെ ടിപ്പ് എന്താണെന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് ടിപ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനൊരുപാട് അല്ലെങ്കിൽ കുറേയധികം സൗകര്യങ്ങളോ ഒരുപാട് കാര്യങ്ങളോ ഒന്നും ചെയ്ത് കണ്ടെത്തണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ പക്കലുള്ളത് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്നൊരു മുറി അല്ലെങ്കിൽ ഒരു സ്പേസ് നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. അത് ചുറ്റുപാടും വൃത്തിയായി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിൽ നിങ്ങളതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങൾ കുറേ ക്യാഷ് മുടക്കി ചെയർ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ടേബിൾ വാങ്ങണം അല്ലെങ്കിൽ കുറേ സെറ്റപ്പുകൾ ചെയ്യണം എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ അടുത്തുള്ള സാഹചര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതിന് ഒരു പഠന സ്പേസ് എന്ന നിലയിലേക്ക് കുറച്ച് ഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ പഠനത്തിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും ഒപ്പം തന്നെ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ മാത്സാണ് പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പിന്നെ അതുപോലെ തന്നെ മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ് കോമ്പസ്, ജോമെട്രി ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മാത്സാണ് പഠിക്കാനിരിക്കുന്നതെന്ന് ആദ്യം തന്നെ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പഠന ടേബിളിൽ ഇതിനാവശ്യമായുള്ള ബുക്കുകൾ, പേനകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒപ്പം വയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ പോലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ പഠിക്കാനാണ് ഇരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ കൂടെ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ ഒന്നുകിൽ മറ്റൊരു റൂമിൽ വെക്കുകയോ അല്ലെങ്കിൽ ഒന്നുകിൽ സൈലൻറ്റ് മോഡിലിടാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒഴിവാക്കിയിട്ടിടാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിലേക്കുള്ള ശ്രദ്ധ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മളെ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നൽകാൻ നമ്മളെ സഹായിക്കും. ഇനി 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കാലി സ്റ്റൊമക്കോടെ ഒരിക്കലും പഠിക്കാനിരിക്കരുത്. പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അതേപോലെ വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് വിശന്ന് അല്ലെങ്കിൽ കാലി സ്റ്റൊമക്കോടെയാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് കരുതി ഹെവി ഫുഡ് കഴിച്ച് നല്ലോണം വയറ് നിറച്ച് ഫുഡ് കഴിച്ച് ഹെവി സ്റ്റൊമക്കോടെ ഇരിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും വരാതിരിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ലഘുവായിട്ടുള്ള ഭക്ഷണവും അതേപോലെ വെള്ളമൊക്കെ കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്. നമുക്കറിയാലോ നമ്മൾ പഠിക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഒരു എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് അതിൽ ഏത് ചാപ്റ്ററാണ് പഠിക്കാനുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ന് ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുക. അതായത് ഇന്ന് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ ചാപ്റ്റർ തീർത്തിരിക്കും എന്നുള്ളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് മൈൻഡോടെ നമുക്കത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. കാരണം നമ്മൾ ബ്രെയിനിനെ പറഞ്ഞു മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കണം, എന്നാലേ നല്ല രീതിയിൽ നാളെ പോയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ബ്രെയിനിനെ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക മടുപ്പ് വല്ലാണ്ട് ഫീൽ ചെയ്യാതെ എങ്ങനെയെങ്കിലും ആ ഒരു നമ്മൾ എയിം ചെയ്തിട്ടുള്ള ഒരു പോർഷൻസ് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ നല്ല രീതിയിൽ തന്നെ, അതായത് ഫസ്റ്റ് ടൈം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു 2-3 മിനിറ്റ് ആഴത്തിലുള്ള ശ്വസനം, നല്ല ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അത് നമുക്ക് നല്ലൊരു കോൺസെൻട്രേഷനും നല്ലൊരു ഫ്രഷ് മൈൻഡും എല്ലാം തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പോൾ കൂടുതൽ ടിപ്സുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.